ഇറാൻ്റെ 2 നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി കുവൈറ്റ്. ഒപ്പം കുവൈറ്റ് ആണയിട്ട് പറയുന്നു, ഞങ്ങളുടെ എയർ സ്പേസ് ഒരിക്കലും ഇറാനെ ആക്രമിക്കാനായി കൊടുത്തിട്ടേയില്ല. എന്നാൽ കുവൈറ്റിൻ്റെ എയർ സ്പേസിൽ നിന്നാണ് ഇറാൻ്റെ ക്വഷം ദ്വീപ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ആക്രമണമുണ്ടായതെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അരാക്ചിയും പറയുന്നുണ്ട്. നെറ്റിസൺസ് ചോദിക്കുന്നത്, ഏതെങ്കിലും കോഴി മോഷ്ടാവ് ഇന്നുവരെ കോഴിയെ മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് പറയുമോ എന്നാണ്. എന്നുവെച്ചാൽ ആക്രമിക്കപ്പെട്ടെങ്കിലും ഒരു ആഗോള മനുഷ്യവികാരം കുവൈറ്റിന് തന്നെ എതിരാകുന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. ഏതായാലും കുവൈറ്റിന് മേൽ നടത്തിയത് ഈ യുദ്ധ സമയങ്ങളിലുണ്ടായതിൽ വെച്ച് ഏറ്റവും കനത്ത ആക്രമണമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കുവൈറ്റ് കഴിഞ്ഞ ദിവസം 2 നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ഇറാൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരോടാണ് 24 മണിക്കൂറിനകം രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ടത്. തങ്ങളുടെ ടെറിട്ടോറിയൽ ബൗണ്ടറി കടന്ന് കനത്ത ആക്രമണം നടത്തിയതിലും ധാരാളം നാശനഷ്ടങ്ങൾ വരുത്തിയതിനുമുള്ള പ്രത്യാഘാതമെന്ന നിലയിലാണ് അവരെ രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടത്. ഒരു കടുത്ത തീരുമാനം ഈ യുദ്ധവേളയിൽ കുവൈറ്റ് എടുക്കുന്നത് ആദ്യമായാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ കുവൈറ്റ് ആണയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇറാൻ പറഞ്ഞത് തങ്ങളുടെ മേഖലയിലേക്ക് വളരെ കൃത്യമായി അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ കഴിയും വിധമുള്ള എയർ സ്പേസ് കൊടുക്കുന്നത് കുവൈറ്റാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഏകോപിപ്പിക്കുന്നത് ബഹ്റൈനിലെ US 5th ഫ്ലീറ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടിച്ചതിൽ ഒരു തെറ്റുമില്ല. ഞങ്ങളെ അടിച്ചതിനുള്ള പ്രതിരോധമെന്ന നിലയിൽ ഞങ്ങൾ തിരിച്ചു തകർത്തതാണ്. ആ ബേസുകൾ തകർത്തില്ലെങ്കിൽ ഇനിയും തങ്ങളുടെ രാജ്യത്തേക്ക് ആക്രമണം ഉണ്ടാവാം. അതുകൊണ്ടാണ് അങ്ങനെ ആക്രമിച്ചത് എന്നാണ് ഇറാൻ പറഞ്ഞത്. എന്നാൽ അത് അപ്പാടെ നിഷേധിക്കുകയാണ് കുവൈറ്റ് ചെയ്യുന്നത്. ഒരിക്കൽ പോലും ഈ യുദ്ധസന്ദർഭത്തിൽ ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ എയർ സ്പേസ് കൊടുത്തിട്ടില്ലെന്നും തങ്ങളുടെ രാജ്യത്ത് തുടരുന്ന അമേരിക്കൻ സൈനികർ അത് നേരത്തെയുള്ള ബേസിൻ്റെ ഭാഗമായി തുടരുന്നതാണെന്നും അതിപ്പോഴുള്ള ഇറാൻ ആക്രമണവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് അവർ ആണയിട്ട് പറയുന്നത്. ആണയിട്ട് പറഞ്ഞേ പറ്റൂ. കാരണം തിരിച്ചടിച്ചാൽ ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയിലുമൊക്കെ സംഭവിക്കുന്നതിൻ്റെ 10 ഇരട്ടി ഡാമേജെങ്കിലും ബാക്കിയുള്ള അയൽ രാജ്യങ്ങളിൽ നടപ്പിലാക്കാനാവും എന്ന് നന്നായി അറിയാം അവർക്കും. അതുകൊണ്ടാണ് UAE അടക്കമുള്ള രാജ്യങ്ങളിലെ ചിലർ പറയുന്ന അത്രയും കടുപ്പത്തിൽ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പറയാത്തത്. ഏതായാലും ബഹ്റൈനിലെ 5th ഫ്ലീറ്റ് ആക്രമിച്ചതിനെക്കുറിച്ച് ബഹ്റൈൻ ഇതുവരെ പ്രത്യേകിച്ച് പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ കുവൈറ്റിൻ്റെ തങ്ങൾ ഈ മേഖല നൽകിയില്ല എന്ന് പറയുന്ന വാർത്തയെ ഇറാൻ തള്ളിക്കളയുകയാണ്. ആ വാർത്ത വന്ന വാർത്താ പേജുകളുടെ കമൻറ്റ് അവലോകനങ്ങളും അതിൻ്റെ റിയാക്ഷൻ വീഡിയോസും എല്ലാം പറയുന്നത്, ഒരിക്കലും കോഴി മോഷ്ടിച്ച ഒരു കള്ളനും ഇന്നുവരെ താൻ മോഷ്ടിച്ചു എന്ന് പിടിക്കപ്പെടും വരെ പറയില്ലെന്ന് മാത്രമല്ല, തെളിവ് കൊടുക്കും വരെ സമ്മതിക്കുകയുമില്ല. അങ്ങനെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ കേട്ടുകേൾവിയുടെ പുറത്ത് ആക്രമിക്കാറില്ല. ഇപ്പോൾ സാറ്റലൈറ്റ് പിക്ചേഴ്സ് അടക്കമുള്ളവ ലോകത്ത് ലഭ്യമാണ്. അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി ചൈനയും റഷ്യയും ഇറാന് നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യതയോടെ തന്നെയാണ് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്നാണ് ലോകം പറയുന്നത്. ഏതായാലും ഈ സമാധാനത്തിൻ്റെ വേളയിലുണ്ടായ വലിയൊരു എസ്കലേഷനാണ് ഈ ആക്രമണവും പ്രത്യാക്രമണവും.